മമ്മൂക്കയുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയിൽ എനിക്കും അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അരയന്നങ്ങളുടെ വീട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം മുഖ്യ അതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്ക എനിക്ക് കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അധികം ഓർത്തിട്ട്, നമ്മൾ ഒരുമിച്ചൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ പോലെ ഒരു മഹാനടൻ എന്നെ ഒരു സിനിമയിൽ ഓർത്തിരിക്കുക, അതും കൂടെ കോമ്പിനേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കോമ്പിനേഷനൊന്നും ഉണ്ടാവാതെ ഇരുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അത്രയും മഹാനടൻ്റെ ആ ഒരു അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. ഞാൻ അന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു, അദ്ദേഹം എന്നെ ഓർത്തിരിക്കണു ദൈവമേ, അത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഓർമ്മകളിലൊക്കെ ഉള്ള ആദ്യത്തെ സിനിമകൾ എന്ന് പറയുന്നത് മൊത്തം അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ദിവസവും യേശുദാസിൻ്റെ ഒരു പാട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലുള്ളവരും അമ്മയും അച്ഛനും എൻ്റെ ഭർത്താവും ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ആരാധകരാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമൊന്നും ഈ ആരാധന എന്നുള്ള വാക്കൊന്നും നമുക്ക് കേൾക്കില്ലല്ലോ, നമുക്ക് അറിയില്ല ആരാധനയാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെയാണ് നമ്മൾ ഇഷ്ടമാണ് നമ്മുടെ ഭയങ്കര ഒരു സഹോദരനോ ആരൊക്കെയോ ആണ് നമ്മുടെ എന്നുള്ളൊരു തോന്നലാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ നമ്മുടെ വീട്ടിലൊരാളല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നില്ല. പിന്നെയാണത് മനസ്സിലാക്കുന്നത്, ശരിയാണ്, അദ്ദേഹത്തോട് ആരാധനയാണ് നമുക്കൊക്കെ. കാരണം നമുക്ക് അദ്ദേഹത്തിനെ ഒന്നും ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും മഹാനായൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി, ആ ഒരു കഥാപാത്രം എന്തായാലും, ഏതൊരു കഥാപാത്രമായാലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വേറിട്ട് നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായിട്ടും പുണ്യവതിയായ ഉമ്മയായിട്ടൊക്കെ വളരെയധികം സംസാരിക്കാനും അടുത്ത് ഇടപഴകാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സീരിയലിൻ്റെയൊക്കെ ഒരു ആരാധികയാണ്. എന്നെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, മോളെ സീരിയലുകളൊക്കെ കാണാറുണ്ട്, കഥകളൊക്കെ ചോദിക്കുകയും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാ കൊച്ചിനെ കരയിപ്പിക്കണേന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം മേലെടുത്ത് രാഘവൻ നായർ, വാത്സല്യത്തിലെ കഥാപാത്രമാണ്. ഒരു പക്കാ നാട്ടുംപുറത്തുകാരനായിട്ടുള്ളൊരു കഥാപാത്രം. അതിനേക്കാൾ ഉപരി എന്നെ ആകർഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു, ഈശ്വര, എനിക്ക് ഇതുപോലത്തെ ഒരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എനിക്ക് ബ്രദേഴ്സൊന്നുമില്ല. സോ ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും ഇതിനൊരു ഏട്ടൻ എന്നിങ്ങനെ നമുക്കിങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ മുഴുവൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടൊരു സിനിമയാണ്. എൻ്റെ മനസ്സിലെ ഏട്ടൻ മേലെടുത്ത് രാഘവൻ നായരാണ്. 2 അടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് തോന്നും, എന്നാലും അങ്ങനെ ഒരു ഏട്ടൻ ഉണ്ടാവണമെന്ന് വലിയൊരു ഭാഗ്യമാണ്.